നമ്മളിന്ന് ഇൻഡസ് വാലി സിവിലൈസേഷനിലെ മൂന്നാമത്തെ വീഡിയോയിലേക്ക് കടക്കുകയാണ്. പ്രധാനപ്പെട്ട സൈറ്റുകൾ, ലൊക്കേഷൻസ്, അതിൻ്റെ ഫൈൻഡിങ്സ് UPSC പെർസ്പെക്റ്റീവിൽ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഏരിയ ആണ്. ഇൻഡസ് വാലി സിവിലൈസേഷൻ എസ്പെഷ്യലി ചോദ്യമായിട്ട് കൂടുതലും വരുന്ന സൈറ്റ്സും ലൊക്കേഷൻസും അവിടെ നിന്ന് കണ്ടെത്തിയിട്ടുള്ള ചില പ്രധാനപ്പെട്ട വസ്തുക്കളൊക്കെയാണ്. അപ്പോൾ അതൊന്ന് നമുക്കിന്ന് ഡിസ്കസ് ചെയ്യാം. സോ ഇൻഡസ് വാലി സിവിലൈസേഷനിലെ ആദ്യമായിട്ട് ഡിസ്കവർ ചെയ്യപ്പെട്ട സൈറ്റായിട്ട് പറയുന്നത് ഹാരപ്പയാണ്. ഓക്കെ, ഇതിനു മുമ്പ് തന്നെ ഒരു സിവിലൈസേഷൻ ഇന്ത്യയിൽ നിലവിലുണ്ടായിരുന്നു എന്ന് മനസ്സിലായി തുടങ്ങിയിട്ടുണ്ട്. ഒരു 19-ാം നൂറ്റാണ്ടിൻ്റെ പകുതി മുതൽ, ഒരു മിഡ് 19th സെഞ്ച്വറി മുതൽ തന്നെ ഏതൊരു വലിയൊരു സിവിലൈസേഷൻ ഇന്ത്യയിൽ ഉണ്ടായിരുന്നു എന്ന് മനസ്സിലായിട്ടുണ്ട്. പക്ഷേ ഇന്നതാണ് സൈറ്റ്, അല്ലെങ്കിൽ ഇങ്ങനൊരു സൈറ്റ് അവിടെ ഉണ്ടായിരുന്നു എന്ന് ആദ്യമായിട്ട് തെളിയപ്പെടുന്നത് 1921-ലാണ്. 1921-ൽ ദയാറാം സാനി എന്ന് പറയുന്ന ഒരു ആർക്കിയോളജിസ്റ്റ് പ്ലസ് ഹിസ്റ്റോറിയൻ, പുള്ളി കണ്ടെത്തിയ ആദ്യത്തെ IVCന്ന് കണ്ടെത്തിയിട്ടുള്ള ആദ്യത്തെ ഒരു ടിപ്പിക്കൽ സൈറ്റാണ് നമ്മൾ ഈ ഹാരപ്പ എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഇൻഡസ് വാലി സിവിലൈസേഷൻ നമ്മൾ ഹാരപ്പൻ സിവിലൈസേഷൻ എന്നൊക്കെ വിളിക്കുന്നത്. ആദ്യം കണ്ടെത്തിയ സൈറ്റിൻ്റെ പേരിലായിരിക്കും ഒട്ടുമിക്ക സിവിലൈസേഷൻസും അറിയപ്പെടുക. ഓക്കെ, ഹാരപ്പ ഇരിക്കുന്നത് ഇന്നത്തെ പാകിസ്ഥാനിലാണ്. സഹിവാൾ ഡിസ്ട്രിക്റ്റ് ഇൻ പഞ്ചാബ് എന്നാണ് പറയുന്നത്. പഞ്ചാബ് നമുക്കറിയാം ഇന്ത്യയിലുമുണ്ട്, പാകിസ്ഥാനിലുമുണ്ട്. അപ്പോൾ മേജർ റീജൻസ്, ഹരപ്പയുടെ മേജർ റീജൻസ് എല്ലാം തന്നെ ഇന്നത്തെ പാകിസ്ഥാൻ്റെ ഭാഗത്താണ്, ഓൺ ദി ബാങ്ക്സ് ഓഫ് റിവർ രവി. ഇത് ഞാൻ നിങ്ങൾക്ക് ഇൻഡസ് വാലി സിവിലൈസേഷൻ്റെ ആദ്യത്തെ ടോപ്പിക്കൊക്കെ ഡിസ്കസ് ചെയ്ത സമയത്ത് നമ്മൾ കാണിച്ചു തന്നാണ്. പ്രധാനപ്പെട്ട ലൊക്കേഷൻസ് എവിടെയൊക്കെയാണെന്നും ഏത് റിവർ ബാങ്ക്സിലാണെന്നൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. ആദ്യത്തെ വീഡിയോക്കകത്ത് നമ്മൾ പറഞ്ഞിരുന്നു ഒരു മാപ്പൊക്കെ വെച്ചിട്ട്. ഓക്കെ, ഇപ്പോൾ രവി റിവറിൻ്റെ ബാങ്ക്സിലാണ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. ഫൗണ്ടർ ഇസ് ദയാറാം സാനി. 1921-ലാണ് ഇത് കണ്ടെത്തുന്നത്. പ്രധാനപ്പെട്ട ഫൈൻഡിങ്സ്, ഒരുപാട് കാര്യങ്ങൾ എല്ലാ സൈറ്റിൽ നിന്ന് കണ്ടെത്തിയിട്ടുണ്ട്. പക്ഷേ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയുന്ന ടിപ്പിക്കൽ എന്തെങ്കിലും സിഗ്നിഫിക്കൻസ് ഉള്ള ചില ഫൈൻഡിങ്സ് ഉണ്ടാവും. അതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഹാരപ്പയിൽ നിന്നും കണ്ടെത്തിയിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവമാണ് കോപ്പർ കൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്ന ഒരു ബുള്ളക്ക് കാർട്ട്. കോപ്പർ മെറ്റീരിയൽ ഉപയോഗിച്ചുകൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്ന ഒരു ബുള്ളക്ക് കാർട്ട്. അതായത് ഓടുന്ന ബുള്ളക്കാട്ടല്ല, ഇതൊരു കൈൻഡ് ഓഫ് ടോയ് സ്ട്രക്ചർ പോലെ ഉണ്ടാക്കിയതാണ്. എന്ന് വെച്ചാൽ അന്നത്തെ മനുഷ്യർ കോപ്പർ ഉപയോഗിച്ചിരുന്നു എന്നാണ് അതിവിടെ നിന്ന് കിട്ടുന്ന ഒരു എവിഡൻസ് എന്ന് പറയുന്നത്. മാത്രമല്ല ബുള്ളക്കാട്ടാണ്. ബുള്ളക്കാട്ട് എന്ന് വെച്ചാൽ അവർ ട്രാൻസ്പോർട്ടേഷന് ബുള്ളക്കാട്ട് ഉപയോഗിച്ചിരുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇത് ഓടുന്ന അല്ലെങ്കിൽ യൂസ് ചെയ്യുന്ന ബുള്ളക്കാട്ടൊന്നുമല്ല, ഒരു ടോയ് സ്ട്രക്ചറായിരുന്നു. ഞാൻ കാണിച്ചു തരാം, ആ ഒരു ഫിഗർ അടുത്ത സ്ലൈഡിൽ കാണിച്ചു തരാം. അപ്പോൾ ബുള്ളക്കാട്ട് ട്രാൻസ്പോർട്ടേഷൻ ഉപയോഗിച്ചിരുന്നു. കോപ്പറും ഒരു പ്രൈമറി മെറ്റീരിയലായിട്ടും അന്നത്തെ മനുഷ്യർ ഉപയോഗിച്ചിരുന്നു. അതാണ് ഇത്തരം എവിഡൻസ് എന്ന് കിട്ടുന്നിട്ടുള്ള കാര്യങ്ങൾ. ഓക്കെ, ഫൈൻഡിങ്സ്. പിന്നെ സ്റ്റോൺ സിമ്പിൾസ് ഓഫ് ലിംഗം ആൻഡ് യോനി കിട്ടിയിട്ടുണ്ട്. നമ്മൾ പറഞ്ഞു ഇൻഡസ് വാലി സിവിലൈസേഷനിൽ ഫാലസ് വേർഷിപ്പ് ഉണ്ടായിരുന്നു, അല്ലേ? ഫാലിക് വേർഷിപ്പ് ഉണ്ടായിരുന്നു, ലിംഗം വേർഷിപ്പ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ സ്റ്റോൺ സിമ്പിൾസും നമുക്ക് ഹാരപ്പയിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, നോട്ട് ചെയ്ത് വയ്ക്കുക. പെയിൻറ്റഡ് പോട്ടറീസ് ലഭിച്ചിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ പറഞ്ഞു IVCക്കകത്ത് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് പോട്ടറികൾ ഉപയോഗിച്ചിട്ടുണ്ട്, പോട്ട്സുകൾ യൂസ് ചെയ്തിട്ടുണ്ട്. പെയിൻറ്റഡ് പോട്ടുകളുണ്ട്, അല്ലാത്ത പെയിൻറ്റ് അടിക്കാത്ത പ്ലെയിൻ പോട്ട്സ് ഉണ്ട്. പെയിൻറ്റഡ് പോട്ട്സ് കൂടുതലും ഈ ലക്ഷൂറിയസ് ഐറ്റംസ് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഡെക്കറേറ്റീവ് പർപ്പസിനൊക്കെ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ, പെയിൻറ്റ് അടിക്കാത്ത പ്ലെയിൻ പോട്ട്സ് ഒക്കെ കൂടുതലും ഹൗസ് ഹോൾഡ് ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ പെയിൻറ്റിൽ യൂസ് ചെയ്ത പെയിൻറ്റ് ഏതാണെന്നും കഴിഞ്ഞ ക്ലാസ് നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. റെഡ് ആൻഡ് ബ്ലാക്ക് പെയിൻറ്റ്സ്. ഓക്കെ, റെഡും ബ്ലാക്ക് ഈ രണ്ട് കളേഴ്സാണ് മോസ്റ്റ്ലി പോട്ടറികൾ പെയിൻറ്റ് ചെയ്യാനായിട്ട് ഉപയോഗിച്ചിട്ടുള്ളത്. അതുകൊണ്ട് റെഡ് ആൻഡ് ബ്ലാക്ക് പോട്ടറി എന്നും ഈ ഒരു കാലഘട്ടത്തിലെ പോട്ടറി അറിയപ്പെടാറുണ്ട്. പിന്നെ ഗ്രാനറീസ് ഉണ്ടായിരുന്നു, അല്ലേ? ഓരോ ഫുഡ് ക്രോപ്സും എക്സസ് ആയിട്ട് വരുന്ന ഫുഡ് ക്രോപ്സ് സ്റ്റോർ ചെയ്യാൻ ഗ്രാനറീസ് ഉണ്ടായിരുന്നു. ഹാരപ്പയിൽ നിന്ന് കിട്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു എവിഡൻസ് ആണ് കോഫിൻ ബറിയൽ. നമ്മൾ പറഞ്ഞു ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ബറിയൽസ് ഉണ്ട്. കംപ്ലീറ്റ് ബറിയൽ ഉണ്ട്, ഫ്രാക്ഷണൽ ബറിയൽ ഉണ്ട്, അല്ലേ? അതുപോലെ ഈ പറയുന്ന ക്രിമേഷൻ, പോസ്റ്റ് ക്രിമേഷൻ ബറിയൽ ഉണ്ട്. അപ്പോൾ ഈ കംപ്ലീറ്റ് ബറിയലിൻ്റെ വൺ ഓഫ് ദി ടൈപ്പായിട്ട് പറയുന്നതാണ് കോഫിൻ ബറിയൽ. കംപ്ലീറ്റ് ബറിയൽ എന്ന് വെച്ചാൽ ആ ബോഡി അതുപോലെ മണ്ണിൽ കുഴിച്ചിടുക എന്നുള്ളതാണ്. അപ്പോൾ അതൊരു കോഫിനകത്ത് കുഴിച്ചിടുകയാണെങ്കിൽ കോഫിൻ ബറിയലായി. ഈ കോഫിൻ ബറിയൽ കണ്ടെത്തിയിട്ടുള്ള ഒരേ ഒരു സ്ഥലമായിട്ട് പറയുന്നത് നിലവിൽ സാഹചര്യത്തിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയുന്ന സൈറ്റാണ് ഹാരപ്പ. ചിലപ്പോൾ ഇനി അങ്ങോട്ട് പോകുമ്പോൾ വേറെ സൈറ്റുകളിൽ നിന്നും കണ്ടെത്തിയെന്ന് വരാം. പക്ഷേ ഇപ്പോൾ നിലവിൽ ഹാരപ്പയിൽ മാത്രമേ കോഫിൻ ബറിയൽ കണ്ടെത്തിയിട്ടുള്ളൂ. വുഡൻ കോഫിൻ ആയിരുന്നു, തടി കൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്ന കോഫിൻസ് ആണ് ലഭിച്ചിരിക്കുന്നത്. പിന്നെ സെമിത്തേരിയസ് ലഭിച്ചിട്ടുണ്ട്. നമുക്ക് സെമിത്തേരീസ് ഓരോ ബറിയൽ ഗ്രൗണ്ടുകൾ നമുക്ക് ഹാരപ്പയിൽ നിന്ന് കാണാൻ പറ്റും. ഇപ്പോൾ ഹാരപ്പയുടെ മോസ്റ്റ്ലി ഇപ്പോൾ ഇത് ഹാരപ്പൻ സൈറ്റ് ഇത് എങ്ങനെയാണെന്ന് കരുതുക.
ഈ ഹാരപ്പൻ സൈറ്റിന്റെ ഓൾമോസ്റ്റ് നോർത്ത് സൈഡിലായിട്ട് ഹാരപ്പൻ സൈറ്റിന്റെ നോർത്തേൺ ഭാഗത്തായിട്ട് ഡിഫറെൻറ്റ് സെമിത്തേരികൾ ഉണ്ടായിരുന്നു, ബറിയൽ ഗ്രൗണ്ടുകൾ ഉണ്ടായിരുന്നു. അതിന് ആർക്കിയോളജിസ്റ്റുകൾ നെയിം ചെയ്ത പേരുകളാണ് H സെമിത്തേരി എന്നും R37 എന്നും. അത് ആ ഒരു റീജിയനെ ആർക്കിയോളജിസ്റ്റുകൾ കൊടുത്ത പേരാണ്, H സെമിത്തേരി ആൻഡ് R37 എന്ന് പറയുന്നത്. ഡിഫറെൻറ്റ് ഡെഡ് ബോഡീസും പല സ്കെൽട്ടൽ റിമെയിൻസും നമുക്ക് അവിടെ നിന്ന് ലഭിച്ചിട്ടുണ്ട്. അതൊരു ബറിയൽ ഗ്രൗണ്ട് ആയിരുന്നു, ഒരു നെക്രോപോളിസ് ആയിരുന്നിരിക്കാം എന്നാണ് പറയപ്പെടുന്നത്. പിന്നെ റെഡ് സാൻഡ്സ്റ്റോൺ മെയിൽ ടോർസോ എന്ന് പറയുന്ന ഒരു സ്കൾപ്ചർ നമുക്ക് കിട്ടിയിട്ടുണ്ട്, കാണിച്ചു തരാം. റെഡ് സാൻഡ്സ്റ്റോൺ കൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്ന ഒരു മെയിൽ ടോർസോ, ഉടൽ മാത്രമുള്ളൊരു ഭാഗം, കൈയും കാലും ഒന്നുമില്ല, തലയുമില്ല, ജസ്റ്റ് ആ ഒരു അപ്പർ ബോഡി മാത്രമുള്ളൊരു റെഡ് സാൻഡ്സ്റ്റോൺ കൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്ന ഒരു സ്കൾപ്ചർ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. ഇതിൻ്റെയൊക്കെ ഫിഗർ, പ്രധാനപ്പെട്ട സംഭവങ്ങളുടെ ഫിഗർ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഇതാണ് നമ്മൾ പറഞ്ഞ കോപ്പർ ബുള്ളക്കാട്ട്. ഓക്കെ, ഒരു ടോയ് സ്ട്രക്ചറാണ്, അത്യാവശ്യം വലിപ്പമുള്ളൊരു ടോയ് സ്ട്രക്ചർ, അത്രേ ഉള്ളൂ. ഓക്കെ, ആൻഡ് ദിസ് ഇസ് റെഡ് സാൻഡ്സ്റ്റോൺ മെയിൽ ടോർസോ. ഓക്കെ, ഇതും ഒരു ടോയ് ആയിട്ടാണ് പറഞ്ഞത്. കുറേ ഇതുപോലെ കയറ്റി വെക്കാൻ പറ്റുന്ന രീതിയിൽ സോക്കറ്റുകൾ ഉണ്ടായിരുന്നു. കൈയും കാലൊക്കെ നമുക്ക് ഘടിപ്പിച്ച് വെക്കാൻ പറ്റും, തലയും വെക്കാൻ പറ്റും, കാല് ഇല്ല. അപ്പോൾ ഇത്രയും ഭാഗങ്ങൾ ഇതിങ്ങനെ പറഞ്ഞ റെഡ് സാൻഡ്സ്റ്റോൺ കൊണ്ട്. അപ്പോൾ റെഡ് സാൻഡ്സ്റ്റോണും അന്നത്തെ മനുഷ്യർ ഉപയോഗിച്ചിരുന്നു എന്നാണ് നമുക്ക് കിട്ടുന്ന എവിഡൻസ്. ഓക്കെ, ഇപ്പോൾ നോട്ട് ചെയ്ത് വെക്കുക, ഇതൊക്കെ ഹാരപ്പൻ സൈറ്റിൽ നിന്നും കിട്ടിയിട്ടുള്ള എവിഡൻസ് ആണ്. ഓരോ എവിഡൻസുകളും അല്ലെങ്കിൽ ഓരോ ഫൈൻഡിങ്സും ആ കാലഘട്ടത്തിനെ കുറിച്ച് മനസ്സിലാക്കാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യും. ഓക്കെ, നൗ ഹാരപ്പ കഴിഞ്ഞാൽ രണ്ടാമതായിട്ട് കണ്ടെത്തിയ സൈറ്റാണ് മൊഹൻജദാരോ. ഓക്കെ, ദ സെക്കൻഡ് ഫൗണ്ടഡ് സൈറ്റ് ആയിട്ട് പറയുന്നതാണ് മൊഹൻജദാരോ. ഹാരപ്പ കണ്ടെത്തിയത് 1921 മൊഹൻജദാരോ കണ്ടെത്തുന്നത് 1922, തൊട്ടടുത്ത വർഷമാണ്. R.D. ബാനർജി എന്ന് പറയുന്നൊരു ഇന്ത്യൻ ആർക്കിയോളജിസ്റ്റ്, പുള്ളി ഒരു ഹിസ്റ്റോറിയൻ കൂടിയായിരുന്നു. പുള്ളി കണ്ടെത്തിയിട്ടുള്ള സൈറ്റാണ് മൊഹൻജദാരോ. ഇത് ലൊക്കേറ്റ് ചെയ്യുന്നതും ഇന്നത്തെ പാകിസ്ഥാനിൽ തന്നെയാണ്. പാകിസ്ഥാനിലെ സിന്ധ് പ്രവിശ്യയിലുള്ള ലർക്കാന ഡിസ്ട്രിക്റ്റിൽ ഓൺ ദി ബാങ്ക്സ് ഓഫ് റിവർ ഇൻദസ്, ദ മെയിൻ ഇൻദസ് നദിയുടെ ബാങ്ക്സിലായിട്ട് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്ന ഒരു സൈറ്റാണ് മൊഹൻജദാരോ. മൊഹൻജദാരോ എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ ദ മൗണ്ട് ഓഫ് ഡെഡ് എന്നാണ്. ഏറ്റവും കൂടുതൽ ഡെഡ് ബോഡീസ് ഒക്കെ ലഭിച്ചിട്ടുള്ള വൺ ഓഫ് ദി സ്ഥലമാണ് മൊഹൻജദാരോ, ദ മൗണ്ട് ഓഫ് ഡെഡ് എന്ന് പറയും. IVCയിൽ തന്നെ ഏറ്റവും വലിയ സൈറ്റാണ്. നിലവിൽ ഇന്ത്യൻ സബ് കോണ്ടിനെന്റിൽ കണ്ടെത്തിയതിൽ വെച്ച് ഏറ്റവും വലിയ ഇൻഡസ് വാലി സൈറ്റാണ് മൊഹൻജദാരോ സൈറ്റ്. ചിലപ്പോൾ അത് ഇനി അങ്ങോട്ട് മാറാം. ഓക്കെ, ഇപ്പം ഞാൻ പറഞ്ഞല്ലോ ഹരിയാന ഭാഗത്ത് രാഖിഘട്ടി എന്നൊരു സ്ഥലമുണ്ട്. അപ്പോൾ അത് ഇന്ത്യക്കകത്തുള്ള ഏറ്റവും വലിപ്പം കൂടിയ സൈറ്റാണ് രാഖിഘട്ടി. ചിലപ്പോൾ അതിപ്പോഴും എക്സ്കവേഷൻ നടക്കുകയാണ്, ചിലപ്പോൾ അതായിരിക്കാം ഏറ്റവും വലിയ സൈറ്റ്, അറിയില്ല. നിലവിൽ മൊഹൻജദാരോ ഇസ് ദി ലാർജസ്റ്റ് സൈറ്റ് ഓഫ് ഇൻഡസ് വാലി സിവിലൈസേഷൻ ഇൻ ദ ഇന്ത്യൻ സബ് കോണ്ടിനെന്റ്. ഓക്കെ, ഇനി ഇവിടുന്ന് കിട്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു എവിഡൻസ് ആണ് പോസ്റ്റ് ക്രിമേഷൻ ബറിയൽ. ഇപ്പം ഞാൻ പറഞ്ഞു ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ബറിയൽസ് ഉണ്ടെങ്കിലും നമുക്ക് ഈ പോസ്റ്റ് ക്രിമേഷൻ ബറിയൽസ് എല്ലാ ഭാഗത്തുനിന്നും കാണാൻ കഴിയില്ല. അത് വളരെ കുറച്ച് സ്ഥലങ്ങളിൽ മാത്രമേ പോസ്റ്റ് ക്രിമേഷൻ ബറിയൽ. പോസ്റ്റ് ക്രിമേഷൻ എന്ന് വെച്ചാൽ വേറെ ഒന്നുമില്ല, ആ ഡെഡ് ബോഡിയെ കത്തിച്ച് കളയുക, ബാക്കിയുള്ള അവശിഷ്ടങ്ങൾ ഒരു പോട്ടിൽ, ഒരു കുടത്തിലോ കലത്തിലോ ആക്കിയിട്ട് കുഴിച്ചിടുക. അതാണ് പോസ്റ്റ് ക്രിമേഷൻ ബറിയൽ എന്ന് പറയുന്നത്. ഈ പോസ്റ്റ് ക്രിമേഷൻ ബറിയലിൻ്റെ ഏറ്റവും കൂടുതൽ എവിഡൻസുകൾ നമുക്ക് ലഭിച്ചിരിക്കുന്നത് മൊഹൻജദാരോ എന്നാണ്. മൊഹൻജദാരോയിൽ അതിനർത്ഥം പോസ്റ്റ് ക്രിമേഷൻ മാത്രമേ ഉണ്ടായിരുന്നു എന്നല്ല. മൊഹൻജദാരോ ഇസ് ദി ഓൺലി സൈറ്റ് വിച്ച് കണ്ടെയ്ൻസ് 3 types ഓഫ് ബറിയൽസ്. അത് കംപ്ലീറ്റ് ഓൾ ദ 3 types ഓഫ് ബറിയൽസും ഉള്ള ഒരു പ്രധാനപ്പെട്ട സൈറ്റാണ് മൊഹൻജദാരോ. കംപ്ലീറ്റ് ഉണ്ട്, ഫ്രാക്ഷണൽ ഉണ്ട്, പോസ്റ്റ് ക്രിമേഷൻ ഉണ്ട്. അപ്പോൾ പോസ്റ്റ് ക്രിമേഷൻ്റെ ടിപ്പിക്കൽ എവിഡൻസ് കിട്ടുന്ന സ്ഥലം കൂടിയാണ് മൊഹൻജദാരോ. ഇവിടെ നമുക്ക് ഗ്രേറ്റ് ബാത്ത് എന്നൊരു മോണുമെന്റ് കാണാം, അല്ലെ, ഒരു കോംപ്ലക്സ് സ്ട്രക്ചർ കാണിച്ചിരുന്നു. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിരുന്നു എന്താണ് ഗ്രേറ്റ് ബാത്ത് എന്നും. നമ്മളന്ന് ടൗൺ പ്ലാനിങ് പറഞ്ഞപ്പോൾ ഡിസ്കസ് ചെയ്തതാണ്, അല്ലെ. ചെറിയൊരു റിച്വൽ ബാത്തിങ് സൈറ്റ് ആയിട്ട് പറയുന്നതാണ് ദ ഗ്രേറ്റ് ബാത്ത്. ഇവിടെയും നമുക്ക് ഗ്രാനറീസ് കാണാൻ പറ്റും. നോക്കുക, എപ്പോഴും മോസ്റ്റ് കോമൺലി ഗ്രാനറീസ് കാണാൻ കഴിയുന്നത് സിറ്റാഡലിൻ്റെ തൊട്ട് താഴെയായിട്ടായിരിക്കും. അപ്പർ ടൗൺ ഉണ്ടല്ലോ, അപ്പർ ടൗണിൻ്റെ തൊട്ട് താഴെയായിട്ടായിരിക്കും മോസ്റ്റ് ഓഫ് ദ കേസിലും ഗ്രാനറീസ് ഉണ്ടാവുക. അപ്പം നമ്മൾ പറഞ്ഞു ഈ ഇൻഡസ് വാലി സിവിലൈസേഷൻ ഭരിച്ചിട്ടുണ്ടാവുന്ന അല്ലെങ്കിൽ റൂളിംഗ് ക്ലാസ് ആയിട്ട് പറയുന്നത് മെർച്ചൻസോ ട്രേഡേഴ്സോ ആയിരിക്കാം എന്നാണ് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു എക്സാമ്പിളായിട്ട് പറയുകയാണ്, ഈ ഗ്രാനറീസ് ഇരിക്കുന്ന എല്ലാം സിറ്റാഡലിൻ്റെ താഴെ, സിറ്റാഡലിലാണ് റൂളിംഗ് ക്ലാസ് ഉണ്ടായിരുന്നത്. അപ്പോൾ അവർക്ക് തൊട്ട് താഴെയാണ് ഗ്രാനറീസ് ഉള്ളത്. അപ്പോൾ മേ ബി ദ ട്രേഡേഴ്സ് കുഡ് ബി ദ റൂളിംഗ് ക്ലാസ് എന്ന് പറയുന്നത് അത് വെച്ചിട്ടാണ്. ഓക്കെ, ഇപ്പോൾ ഗ്രാനറീസ് ഇവിടെയും ഉണ്ട്. യൂണിക്കോൺ സീലുകൾ ഇവിടുന്ന് ലഭിച്ചിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ നമ്പറിൽ യൂണിക്കോൺ സീലുകൾ ലഭിച്ചിരിക്കുന്നത് മൊഹൻജദാരോ എന്നാണ്.
അപ്പം ഞാൻ പറഞ്ഞു യൂണിക്കോൺ എന്ന് പറഞ്ഞൊരു മിത്തിക്കൽ ആനിമൽ ആയിട്ടാണ് പറയുന്നത് അല്ലേ. പക്ഷെ ഒരുപാട് ഇതേ ഷേപ്പിൽ വരുന്ന യൂണിക്കോൺ എന്ന് പറയുന്ന ആനിമലിന്റെ ഷേപ്പിൽ വരുന്ന ഒരുപാട് സീലുകൾ നമുക്ക് മൊഹൻജദാരോന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പം ആനിമൽ വർഷിപ്പിന്റെ കൂട്ടത്തിൽ അവർ വർഷിപ്പ് ചെയ്തിരുന്ന ഒരു മൃഗമായിരുന്നിരിക്കാം യൂണിക്കോൺ. അതുണ്ടായിരുന്നോ ഇല്ലേ എന്നുള്ള കാര്യത്തിന് എവിഡൻസ് ഇല്ല. പിന്നെ ഒരു ബ്രോൺസ് ഡാൻസിങ് ഗേൾ സ്റ്റാച്ചു ലഭിച്ചിട്ടുണ്ട്. ഇതിനെക്കുറിച്ച് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയാനുണ്ട്, അടുത്ത സ്ലൈഡിലേക്ക് നമുക്ക് ഡിസ്കസ് ചെയ്യാം. പിന്നെ പശുപതി സീൽ, അത് നമ്മൾ പറഞ്ഞതാണ്. പശുപതി ദ മെയിൽ ഗോഡ് ആയിട്ട് പറയുന്ന അല്ലെ, ദ മെയിൽ ഡയറ്റി ആയിട്ട് പറയുന്നതായിരുന്നു പശുപതി. പശുപതിയുടെ ഒരു സീല് നമുക്ക് കിട്ടിയിട്ടുണ്ട്, അതും മൊഹൻജദാരോ എന്നാണ് ലഭിച്ചിരിക്കുന്നത്. പിന്നെ ഒരു ബിയർഡ് മാൻ്റെ സ്റ്റിയറ്റൈറ്റ് സ്റ്റാച്ചു ലഭിച്ചിട്ടുണ്ട്. നമ്മൾ റൂളിംഗ് ക്ലാസ് ആരാന്ന് ചോദിച്ചപ്പോൾ ഒരു തിയറി കൂടി ഉണ്ടല്ലേ, പ്രീസ്റ്റ് ആയിരിക്കാം റൂളിംഗ് ക്ലാസ് എന്ന് പറയാറുണ്ട്. അപ്പൊ പ്രീസ്റ്റ് ആയിരിക്കാം റൂളിംഗ് ക്ലാസ് എന്ന് പറയുന്നതിന്റെ എവിഡൻസ് ആയിരുന്നു ഒരു സ്റ്റിയറ്റൈറ്റ് സ്റ്റാച്ചു ഓഫ് എ ബിയർഡ്, താടിയുള്ള ഒരു പുരോഹിതന്റെ ഷേപ്പിലുള്ള ഒരു സ്റ്റാച്ചു നമുക്ക് ഇവിടെ നിന്ന് കിട്ടിയിട്ടുണ്ട്. സ്റ്റിയറ്റൈറ്റ് എന്ന് പറഞ്ഞൊരു മെറ്റീരിയൽ ഉപയോഗിച്ചാണ് ആ സ്റ്റാച്ചു നിർമ്മിച്ചിരിക്കുന്നത്. അപ്പോൾ ഇത്തരം എവിഡൻസുകളെല്ലാം നമുക്ക് ലഭിച്ചിരിക്കുന്നത് മൊഹൻജദാരോ എന്നാണ്.